ഇത് കണ്ടോ, പഴയ നോക്കിയ ഫോണല്ലേ? ഇത്ര വലിയ നോക്കിയ ഫോണോ? ഇത് എൻ്റെ സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ നോക്കിയ ഫോൺ പോലെ തന്നെ എനിക്ക് പണ്ട് ഡയൽ പേഡിൽ നമ്മൾ ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്യാറില്ലേ, അങ്ങനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 0 പ്രസ് ചെയ്ത് പിടിച്ച് ടോർച്ച് ഓൺ ചെയ്യാൻ പറ്റും. ഇനി പഴയ മെനു ഉണ്ടല്ലോ, നമ്മുടെ പഴയ മെനു ഇവിടെ തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ ഗാലറിയോ പ്ലേ സ്റ്റോറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഫോണ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ സാധാരണ സ്മാർട്ട് ഫോൺ പോലെ തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ കാണിക്കുക. അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ആവുക ഈ ലോഞ്ചറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കോൾ ചെയ്യാം, ടോർച്ച് ഓൺ ചെയ്യാം എന്നല്ലാതെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഫോണ് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രസകരമായ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡ് ഉണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതൊന്നും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. മറ്റൊരു ഓപ്ഷൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുക. ഇവിടെ സെറ്റ് ഡീഫോൾട്ട് ലോഞ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിലുള്ള സിസ്റ്റം ലോഞ്ചർ മാറ്റിയിട്ട് നിങ്ങൾക്ക് മുകളിൽ നോക്കിയയുടെ ലോഞ്ചർ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കിട്ടും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു എസ് ബട്ടൺ കൊടുക്കാൻ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസ് ആപ്പ് നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ ഓപ്ഷനകത്തേക്കാണ് പോവുക. നമുക്ക് കോളും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വരണമെങ്കിലും ഈ ലോഞ്ചറിന് ഈ പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് കോളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഇതുപോലെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ശേഖരിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ട് ധൈര്യത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി മുതൽ ഫോൺ ഇങ്ങനെയായിരിക്കും, ഒരു നോക്കിയ ഫോൺ പോലെ സാധാരണ പോലെ ഡയൽ പേഡിൽ ഡയൽ ചെയ്തിട്ട് നമുക്ക് കോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് കോൺടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ 0 പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ലൈറ്റ് ഓൺ ആകും. അതുപോലെ തന്നെ നമുക്ക് പണ്ടത്തെ പോലെ # പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഫോൺ ലോക്ക് ആയിക്കോളും. അൺലോക്ക് ചെയ്യണമെങ്കിലും അതിൽ കാണിക്കുന്നത് പോലെ അൺലോക്ക് ചെയ്യണം. അതായത് പഴയ നോക്കിയ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഇനി ഇവിടെ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷനിൽ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ലോഞ്ചറിൽ നിന്ന് എക്സിറ്റ് പോകേണ്ട ഓപ്ഷനും ഈ സെറ്റിംഗ്സിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ആപ്ലിക്കേഷനും വാട്സപ്പും ഒന്നും പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഓപ്പൺ ചെയ്യാൻ മനസ്സിലാകില്ല എന്നേ ഉള്ളൂ. ഇവിടെ മെനു എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മെനുവിൻ്റെ കാര്യം മെൻഷൻ ചെയ്തതുകൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. മറ്റുള്ളവർക്ക് ഒരു സാധാരണ കീപാഡ് ഫോൺ പോലെയാണ് ഓപ്പൺ ആവുക. പെട്ടെന്നൊന്നും ഇത് മനസ്സിലാക്കിയിട്ട് ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊരു സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഒന്നല്ല, ജസ്റ്റ് നമുക്കൊരു നോസ്റ്റാൾജിയക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒന്ന് കുട്ടികളെയൊക്കെ പറ്റിക്കാമെന്നേ ഉള്ളൂ. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ഈ കട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സിസ്റ്റം ലോഞ്ചറിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. തിരിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നേരത്തേത്തതുപോലെ തന്നെ നമുക്ക് ഈ നോക്കിയയുടെ ലോഞ്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ ലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ലോഞ്ചറാണ് ഓൺ ആകുക. ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സാധാരണ സ്മാർട്ട് ഫോൺ പോലെ ലോക്ക് ആകും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസ് ഐ ഡിയിൽ ഓപ്പൺ ആയതാണ്, ഈ ലോഞ്ചറാണ് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഈ QR കോഡും ലിങ്കും ഒന്നും ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ അഡ്രസ് ബാറിൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ ചെയ്യുക. ആദ്യം ടെക്ക് എന്ന് എഴുതിയതിന് ശേഷം ഡോട്ട്, ശേഷം ഫ്രഷ് ജോബ്സ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതിയതിന് ശേഷം വീണ്ടും ഡോട്ട്, അവസാനം കോം എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ നോക്കിയ റോയിഡ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഉണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ ഇടതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാർ കിട്ടും. സെർച്ച് ബാറിൽ NOKI നോക്കി എന്ന് മാത്രം എഴുതിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് റീഡ് മോർ എന്ന് ഓറഞ്ച് നിറത്തിൽ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഈ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.